അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? പിള്ളേർക്ക് ചെയ്തതെല്ലാം ഞാൻ തന്നെ തകർത്ത് കളഞ്ഞല്ലോ എന്റെ ഈശ്വര. നിന്നോട് അവിടെ നിൽക്കാനാ പറഞ്ഞേ, എനിക്ക് സംസാരിക്കണം. ഇനി എന്ത് സംസാരിക്കാൻ? എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലടാ, പറട്ടെ. കുഞ്ഞി! കുഞ്ഞിയോ? ഏത് കുഞ്ഞി? കുഞ്ഞൊക്കെ ചത്തുവേടാ. നമുക്കെന്നെ മിഥുന് പോയി നോക്കിയാലോ? ഇപ്പൊ ഒരുപാട് ടൈം ആയില്ലേ? എന്നാ പോയിട്ട് വരാം. അശി, നീ എവിടെ പോവാ? ഞാൻ ഷട്ടിൽ കളിക്കാൻ ഇറങ്ങാടി. അല്ല, നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങള് മിഥുനെ വിളിക്കാൻ പോവാ. അവള് വന്നില്ല ഇതുവരെ. ഇതിപ്പോ ഒരുപാട് നേരമായല്ലോ. ആ അതെ. അയ്യോ, അത് മിഥുനല്ലേ ഓടി വരുന്നേ? മിഥു, എന്നെ പറ്റി? എങ്ങനെ ഓടുന്നേ? ഇതെന്നെ ഇങ്ങനെ കിതക്കുന്നേ? ആരെങ്കിലും ഓടിച്ചോ? അയ്യോ, അതൊക്കെ പിന്നെ പറയാം. എനിക്കിതിന് വേളെന്താ? അയ്യോ, വീണ്ടും വരുന്ന പറഞ്ഞ ആര്? എനിക്ക് ഒത്തിരി ഉണ്ട് പറയാൻ. ഇപ്പൊ എനിക്ക് പറയാൻ ടൈമില്ല. അതെന്താ? ഞാനിവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ വീട്ടിൽ പോവാ. വീട്ടിലോ? അല്ല, താനെ എന്താ? പക്ഷെ ഇപ്പൊ എന്നോടൊന്നും ചോദിക്കല്ലേ. ഞാനല്ല പറയാം. ഇപ്പൊ എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്ക്. അല്ല, വീട്ടില് താൻ? അല്ല, നീ എന്നെ ആ ബസ് സ്റ്റോപ്പിലെങ്കിലും കൊണ്ടാക്ക്. എനിക്കിനി ഓടാൻ വയ്യ. അവളുടെ ആര്? അതിപ്പോ തന്നോട് ഇങ്ങനെ പറയണേ? നീ പോ മാധവ്. നിന്നോട് ചോദിച്ച മൈഥിലി എന്തെയ്യുന്നു? അവള് വീട്ടിൽ പോയി. ഓഹോ, അപ്പൊ രണ്ടും കൽപ്പിച്ചാണല്ലേ? എന്താ, അവക്ക് വീട്ടിൽ പോട്ടെ? പൊക്കോ, പോകണ്ട വേനാരും പറഞ്ഞില്ലല്ലോ. പക്ഷെ വെറുതെ നിങ്ങൾ ഞങ്ങളുടെ ചെറുക്കനെ പിടിച്ച് ഉമ്മയും കൊടുത്തിട്ട് അവിടുന്ന് ഒന്നും പറയാതെ ഓടുന്ന ഒരുമാതിരി പോക്കത്തരം. എന്താ, അങ്ങനെയല്ലേ? ഉമ്മയോ? ആര് കൊടുത്തു? ആർക്ക്? ബാക്കി കൂട്ടുകാരോട് ചോദിച്ചാൽ മതി. വാടാ, നമുക്കും കൂടെ പോയാലോ? എങ്ങോട്ട്? അല്ല, എന്തായാലും പടക്കവും പൂത്തിരിയും എല്ലാം ഒരു സ്ഥലത്തോട് പോയിട്ടുണ്ട്. നമുക്കും കൂടെ ചെന്ന് ദീപാവലി ആഘോഷിക്കാടാ. ഹലോ രാഹുലെ, ഒരു ഗുമ്മിന് നമുക്കും കൂടെ പോയാലോടാ. നീയൊക്കെ അങ്ങോട്ടേക്ക് കേറി ചെന്ന് കൊടുക്ക. ഒന്നാമതേ അവൻ ഭ്രാന്തളകിയാ പോയേക്കുന്നത്. ഇനി എന്താവുമെന്ന് കണ്ടറിയാം. അതിന്റെ ഇടയിൽ നമ്മളും കൂടെ ചെന്ന അടിപൊളിയാകും. വേണ്ടല്ലേ? എന്നാ നമുക്ക് ദീപാവലി അടുത്ത ആഴ്ച ആഘോഷിക്കാം. കുഞ്ഞു, ഇതൊന്ന് രാവിലെ തന്നെ പോണെന്ന് പറഞ്ഞ് വഴക്കിട്ട് പോയതല്ലോ നീ. എന്നിട്ടെന്താ വന്നേ? വയ്യമ്മ, പനി വരാൻ പോന്ന പോലെ. പനിയോ? എവിടെ നോക്കട്ടെ. ഹേയ്, പനിയൊന്നുമില്ല. നിനക്ക് വരുന്നത് ഒന്നാവും. അല്ലമ്മ, പനിയുണ്ട്. ചെറിയ ചൂടുണ്ടല്ലോ. സാധാരണ പനിയാണെന്ന് പറഞ്ഞപ്പോൾ റെസ്റ്റ് എടുക്കാത്തവളാ. ഇന്ന് എന്താ പറ്റിയ? പറ്റിപ്പോയപ്പോ ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി
ഇങ്ങനെ പൊതച്ചു മൂടിയിരിക്കാതെ നിനക്ക് ഒന്നുമില്ല കുട്ടി. ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് താഴേക്ക് വാ. അമ്മ പോയിക്കോ, ഞാൻ വരാം. റൂമിന് ലൈറ്റ് ഉണ്ട്. അവള് റൂമിൽ തന്നെ ഉണ്ട്. മര്യാദക്ക് എന്റെ മുന്നിൽ വന്നു. എന്റെ സകല കൺട്രോളും തെറ്റിരിക്കാൻ ഞാനവിടെ. നമ്പരുമില്ല. ചാടിയാലോ? താഴെ വീണ ഈ മുതലിന്റെ ഏതെങ്കിലും സൈഡിൽ എന്റെ ഷവറൊക്കെ നടക്കും. എന്നാടാ? എനിക്ക് അവളുടെ നമ്പർ വേണം. ഏതവളുടെ? ഇതിന് കൂടുതൽ കിടന്ന് അഭിനയിക്കല്ലേ? ആരുടെ നമ്പർ എനിക്കിപ്പോ വേണ്ടെന്ന് നിനക്ക് അറിയത്തില്ലടാ നാറി. അവളുടെ നമ്പർ എന്റെ കയ്യിലില്ല അളിയ. നിന്റെ കയ്യിൽ അവളുടെ നമ്പർ ഇല്ല എന്നുള്ള നിന്റെ നമ്പർ ഇവിടെ ചെലവാകില്ല. പെൺപിള്ളേരുടെ നമ്പർ സംഘടിപ്പിക്കാൻ നിനക്ക് വലിയ സമയമൊന്നും വേണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ അപ്പൊ നീ എന്നെ ആക്കിയതാ? ഒരാഴ്ച കളിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് തീരെ സമയമില്ല. എനിക്കിപ്പോ നമ്പർ കിട്ടണം. എടങ്ങ് ഒരു 10 മിനിറ്റ് എന്നെ വിളിച്ച് ശല്യപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ അവളുടെ നമ്പർ എടുത്തു തരാം. ഓക്കെ? ഓക്കെ, പെട്ടെന്ന് വേണം. ഓക്കെ, അല്ലെങ്കിൽ അവളുടെ നമ്പർ. ഓഹോ, പുല്ല് വെച്ചോ? ഇനി നമ്പർ കിട്ടിയില്ലെങ്കിൽ എന്തെടുക്കും? കിട്ടാതിരിക്കില്ല. റോയി അല്ലേ? ഇനി കിട്ടില്ലേ? മുറിയിൽ കയറി അവളെന്താ അടയിരിക്കണോ? മനു, എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? നീ എന്തിനാ ഇല്ല വന്നേ? ഇത് വലിയ കഷ്ടമാണല്ലോ. എന്റെ വീട്ടിലോട്ട് എനിക്ക് വരാൻ പറ്റില്ലേ? അല്ല, അങ്ങനെയല്ല. വീട്ടിലോട്ട് വരണ്ടെന്നാണോ ഞാൻ പറഞ്ഞേ. ഇന്നലെ നീ വെളുപ്പിനെ ആരോടും പറയാതെ ഇവിടുന്ന് പോയതല്ലേ. അപ്പൊ പിന്നെ ഇന്ന് എന്തിനാ വന്നേന്നല്ലേ ഞാൻ ചോദിച്ചേ. ഞാനൊരു ബുക്ക് എടുക്കാൻ വന്ന. ആഹാ, അപ്പൊ എന്റെ കൊച്ചു പഠിക്കാനൊക്കെ തുടങ്ങിയോ? അതെ, നീ നാളെ രാവിലെ പോകുമ്പോ അമ്മയുടെ സ്പെഷ്യൽ അച്ചാർ ഇട്ടിട്ടുണ്ട്, അത് എടുക്കൊണ്ടോണേ. അച്ചാർ തീറ്റ ഞാൻ പണ്ടേ നിർത്തിയ കാര്യം സൂസമ്മയോട് പറഞ്ഞിട്ടുള്ള. അല്ലെങ്കിൽ നീ എപ്പോഴാ എന്റെ അച്ചാർ കഴിച്ചിട്ടുള്ള? ഇത് നിനക്കുള്ളതല്ല, അവന്മാർക്ക് കൊണ്ട് നാളെ രാവിലെ എന്നെ കൊടുത്തേക്ക്. ഓ, അതായത് ഞാൻ രാവിലെ തന്നെ ഇവിടുത്തെ പോണോന്നല്ലേ? ആയിക്കോട്ടെ. സ്വന്തം വേഷത്തിൽ തന്നെ നിൽക്കാതെ ഡ്രസ്സൊക്കെ മാറി താഴേക്ക് വാട ചേർക്കാം. ഞാൻ പോവാ. ഇതാരാ? ഹലോ ഹലോ കുഞ്ഞി. അയ്യോ, ഇവനെങ്ങനെ എന്റെ നമ്പർ കിട്ടിയ? അറിയാതെ ആവേശത്തിന്റെ പുറത്ത് ചെയ്തു പോയ മിസ്റ്റേക്കിന് നീ എന്റെ 16 അടിയന്തരം നടത്തിയിട്ട് പോത്തോളത്തേണ്ടി. വീണ്ടും വിളിക്കുന്നു. ഓഹോ, അപ്പൊ ഞാനാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ? കാണിച്ചു തരാടിപ്പില്ലേ? ഇവൻ ഇത് എന്തിന്റെ കേട എന്റെ ഈശ്വര. ഇനി ഇതെന്താ? ഈശ്വര, കാലിന് എന്നെ കൊണ്ട് പുറത്തു വന്നതൊന്ന് ഇങ്ങോട്ട് വന്നു. ഞാനിവിടെ നിന്നോ ശരിയാവില്ല. ഓഹോ ഓഹോ, ലൈറ്റ് ഓഫ് ആക്കിയോ? ഇതിന് സമാധാനം പറയാത്ത ഞാൻ നിന്നെ വെറുതെ പെടില്ലടി. ഇതവനല്ലേ? ഇവനെന്താ ഇവിടെ?
അയ്യോ എന്താ വെള്ളം കുടിക്ക. മാറിയില്ലേ? മാറി. മുകളിൽ സൗണ്ട് കേട്ടെ. അത് കുഞ്ഞിനായിരിക്കും അമ്മ. അമ്മ അത് മൈൻഡാക്കണ്ട. ഞാനോ? അതിന് കുഞ്ഞിനല്ലേ നിന്റെ ചേമ്പ് താഴെ കിടക്കുന്നേ. ഞാൻ പോയി നോക്കിട്ട് വരാം. എന്നാ ഞാൻ പോയി നോക്കാമേ. നീ അവിടെ ഇരുന്ന് കഴിക്കു കിട്ടി. ഞാൻ പോയി നോക്കിക്കോളാം. മിക്കവാറും നീ ബാൽക്കണിയിലോട്ടുള്ള ഡോർ അടിച്ചു കാണില്ല. കാറ്റത്ത് എന്തെങ്കിലും പറന്നു വീണതാവും. അയ്യോ എല്ലാം കൈവിട്ടു. മിക്കവാറും അവനെ അടക്കുന്ന കുഴിയത്തിന് എന്നെ അടക്കും. ഞാൻ പറഞ്ഞില്ലേ കാറ്റത്ത് ഫ്ലവേഴ്സ് മറിഞ്ഞു വീണതാ. അല്ല ഇതെന്താ കുഞ്ഞി, നീ മതിയാക്കിയോ? നീ ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് അത്ര മതിയമ്മേ. പതുക്കെ, പനിയാണെന്ന് പറഞ്ഞ ആളായി ഓടുന്നേ. എവിടെയെങ്കിലും ഇന്നെ ഒളിച്ചിരിപ്പുണ്ടോ? അതോ ഇനി പോയോ ആവോ? എന്നാലും എന്ത് ധൈര്യത്തിലാ പോരട്ടെ ഇങ്ങോട്ട് കേറി വന്ന്. ഓ ഈശ്വര, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പുറത്ത് പോയി കാണുമായിരിക്കല്ലേ. ഒന്ന് നോക്കിയാലോ. ഇവിടെ ഉണ്ടായിരുന്നു. അയ്യോ പ്ലീസ്, ഒച്ച വെച്ച അമ്മ ഇങ്ങോട്ടേക്ക് വർത്തിക്കരുത്. എനിക്ക് ഒരു അനുരാധയും പേടിയില്ലടി. മര്യാദ കിടന്നു. എനിക്ക് നിന്നോട് സംസാരിക്കണം. അയ്യോ പ്ലീസ്, ഒച്ച വെക്കല്ല. എനിക്ക് സംസാരിക്കണം. സംസാരിക്കാം, നമുക്ക് സംസാരിക്കാം. ഇപ്പൊ വേണ്ട. ഇപ്പൊ ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല. പ്ലീസ്. പിന്നെ എപ്പോ സംസാരിക്കാം? നീ കൂടുതൽ നമ്പർ എടുക്കണ്ട. അല്ല, പറയുന്നൊന്ന് കേക്ക്. എല്ലാരും ഉറങ്ങി കഴിഞ്ഞ് പാലത്തിന്റെ അവിടെ വന്നാ മതി. ഞാൻ അവിടെ കാണും. സത്യമായിട്ട് ഞാൻ അവിടെ വരാം. ഞാൻ പറയുന്നൊന്ന് കേക്ക്. വന്നാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ബാക്കി നീ കണ്ടറിഞ്ഞോളൂ. അച്ഛനും അമ്മയൊക്കെ ഉറങ്ങിയെന്നാ തോന്നുന്നേ. ഓ ഭാഗ്യം. അല്ല ഇച്ചേച്ചി എന്തേ? ഓ അപ്പൊ ഇച്ചേച്ചി ഇപ്പൊ ഒന്നും ഉറങ്ങുന്ന ലക്ഷണമില്ല. ഇനി എന്നെ വെയിറ്റ് ചെയ്തിട്ട് കാണാതായ അവൻ ഇങ്ങോട്ടെങ്ങാനും കയറി വരുമോ? അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെടുക്കാം ടീച്ചറോ? കൊറേ നേരം ആയില്ല. ഇയാൾക്ക് ഉറങ്ങാറൊന്നും ആയില്ലേ? മിക്കവാറും ഞാൻ ഇങ്ങേർക്ക് ഉറക്കഗുളിക കലക്കി കൊടുക്കും. ഹലോ, ഞാൻ ബാൽക്കണിയിൽ വന്ന് സംസാരിക്കാം. ഇവിടെ റേഞ്ച് ഇല്ല. ഹലോ ഹലോ. ഇതൊരു നടക്ക് പോകുന്ന ഏർപ്പാടില്ല. ഹലോ ഹലോ, എന്താ വിളിക്കാൻ താമസിച്ചേ? ഞാൻ ഇത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാന്നറിയോ? അതിനിവിടുത്തെ കുട്ടിപ്പിശേഷം ഒന്നും ഉറങ്ങിയിട്ട് വേണ്ടേ? എന്റെ പോലെ തന്നെ നടക്കുക. ആര്? മനു? അപ്പൊ മനു എന്ന് വന്നു? കുഞ്ഞുണ്ടല്ലോ. എന്തേലും ഒപ്പിച്ചു വെച്ചിട്ടുള്ള വരവാണോ ഇനി രണ്ടുപേരും കൂടെ? അവരെന്തേലും കാണിക്കട്ടെ. അല്ല നീ കഴിച്ചോ? ഞാൻ കഴിച്ചു. മായേട്ടനോ? കഴിച്ചു. പിന്നെ പിന്നെന്താ? മാസി മാസി എന്താ ആണോ വിളിക്കുന്നത്? എന്താ മയ്യേട്ടാ?
എനിക്ക് 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 നിന്നെ കാണാൻ തോന്നുന്നു. ഒന്ന് പോവും മയ്യേട്ടാ. വൈകുന്നേരം വരെ നമ്മൾ ഒന്നിച്ച് തന്നെ അല്ലായിരുന്നു ഉണ്ടായിരുന്നേ. എന്ന് വെച്ചിട്ട് ഇപ്പൊ കാണാൻ പാടില്ലെന്നുണ്ടോ? പോടുന്നു ഈ മയ്യേട്ട കാര്യം. എന്നാലേ എളുപ്പ ഡോറ് തുറന്ന് ബാൽക്കണിയിലോട്ട് വാ. അത് വേണോ? ആരെങ്കിലും കണ്ടാലോ? നീ വരുന്നുണ്ടോ? ആര്? എന്താ? എന്ത്? ഫ്ലോ പോയി. ഇതിന് ഉറങ്ങുറൊന്നും ആയില്ലേ? വലയിട്ടെന്താ ഉറങ്ങുന്നില്ലേ? എന്താ എന്നെ ഉറക്കി കെടുത്തിട്ട് നിനക്ക് വല്ല മുതല് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? അല്ല കുറെ നേരം ആയല്ലോ. എന്ത് പ്ലാൻ? അല്ല ഒന്ന് ഉറങ്ങുന്നുണ്ടോ? വലയിട്ട് ഇങ്ങനെ തെക്കോട്ട് മഴക്കൂടെ നടക്കുന്നതുകൊണ്ട് എന്റെ ഉറക്കം പോയി. അല്ല ഇത് ആരോടെ ഈ ലേറ്റ് നൈറ്റ് ടോക്ക്? കുറെ നേരം ആയല്ലോ. അത് നിനക്ക് ഉറക്കം വരത്തില്ലേ? നീ പോയി കിടന്ന് ഉറങ്ങും, ഞാൻ ഉറങ്ങാൻ പോവാ. ഗുഡ് നൈറ്റ്. ഈശ്വര, ഇനി അവിടെ കാണുമോ എന്തോ. വന്നു. നീ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനാ. വേണ്ട വേണ്ട, അവിടെ നിന്ന് സംസാരിച്ചാൽ മതി. നീ ഒന്ന് പോയേ. അങ്ങനെ അവിടെ ഇവിടെ നിന്ന് സംസാരിക്കാനാണെങ്കിൽ എനിക്ക് കോളേജിൽ നിന്നാ പോരായിരുന്നോ? ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. செல்லக்குட்டி பொண்ண காண சிலையாக நிக்கிற வாடி அள்ளிக்கிட்டு போக போற அழகா நீ பொண்ணையும் தாடி முட்டுற முழுசாக திட்டுற புதுசாக ஒட்டுற வரவாக எம்மா எம்மா கொட்டுற மழையாக வெட்டுற சுகமாக எப்போன்னு தொட போற உம்மா உம்மா நெஞ்சுக்குள்ள நெருப்பாயும் வச்சு புட்ட கேடி சொல்ல சொல்ல சுருக்குன்னு தச்சு புட்ட എന്തൊക്കെയാ കാണിക്കുന്നത്? നമുക്ക് സംസാരിക്കാം. എന്ത് സംസാരിക്കാൻ? സി ഐ നോ ഇതെന്താ മിസ്റ്റേക്കാ. ഞാനപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ആൻഡ് ഐ എം റിയലി സോറി. ഇതിൻ്റെ പേരിൽ നീ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ പ്ലീസ്. എന്ത് പ്രശ്നം? നീ അപ്പൊ ചെയ്തത് നിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. ബട്ട് ഞാനിപ്പോൾ ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതും അതൊരിക്കലും ഒരു മിസ്റ്റേക്ക് അല്ല. മാധവ 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 വേണ്ട. മാധവ എന്താ ഈ ചെയ്യുന്നേ? നിനക്കെന്താ ഭ്രാന്തായോ? എന്ത് ഭ്രാന്ത്? ഇത് നീ ആസ്വദിച്ചില്ലേ? എന്റെ നീന്ന് പറയാതെ എന്റെ സത്യല്ലേ?
ഇങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും സംസാരിക്കാനില്ല. കുഞ്ഞി, ഐ ലവ് യു. ഇതെന്റെ മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് നിനക്കറിയോ? ഇതെല്ലാം നിന്നോടൊന്ന് തുറന്നു പറയാതിരുന്നിട്ട് എനിക്കാകെ ഭ്രാന്ത് പിടിച്ചു. എനിക്കിപ്പോഴാ സമാധാനായ. എന്ത് സമാധാനം? എനിക്കറിയാം നിനക്കൊന്നും ഇഷ്ടമല്ലേ. നിനക്കെന്താ മാധവ ഭ്രാന്തായോ? നിനക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണെന്ന്? ഞാൻ സോറി പറഞ്ഞില്ലേ? എന്നിട്ട് നിനക്കെന്താ ഒന്നും മനസ്സിലാവാത്ത? അപ്പോ ശരിക്കും നിനക്കെന്നെ ഇഷ്ടമല്ല? അല്ല. നീ എന്തിനാ എന്നോട് ഞാൻ കള്ളം പറയുന്ന? എനിക്കറിയാം നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന്. പതുക്കെ എല്ലാരും കേക്കും. ഓ, അപ്പൊ എല്ലാരും കേൾക്കുന്നതാണ് നിന്റെ പ്രശ്നല്ലേ? നിനക്കറിയോ കുന്തം മനസ്സിൽ വെച്ചുകൊണ്ട് ഭ്രാന്ത് പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായിന്ന്? ഇനി എനിക്ക് വയ്യ. എന്ത് വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. കുഞ്ഞി, എനിക്ക് നിന്നെ ഇഷ്ടം. അതിലിനി ഏത് അനുരാധയും അനിരുദ്ധം വന്നാലും എനിക്കത് പ്രശ്നമല്ല. ആരുടെയും കയ്യിലെ കളിപ്പാട്ടാവാൻ എനിക്കിനി വയ്യ. ഞാനത് തീരുമാനിച്ചതാ. എനിക്ക് ഇനിയും നിന്നെ വിട്ടു കളയാൻ പറ്റില്ല കുഞ്ഞി. മതി കുഞ്ഞി, ഇനി എനിക്ക് അഭിനയിക്കാൻ വയ്യ. പണ്ടത്തെ പോലെ എനിക്ക് നിന്നെ വേണം. കുഞ്ഞി, നിനക്കും എന്നെ ഇഷ്ടമല്ലേ? പറ. അല്ല അല്ല അല്ല, എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. നിന്റെ അടുത്തുനിന്ന് അത് പല പ്രാവശ്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഇതെന്റെ വെറും തോന്നലാണെന്നോ കരുതിയ. പക്ഷെ ഇപ്പൊ എനിക്ക് ഉറപ്പാ നിനക്കും എന്നെ ഇഷ്ടം. ഇനിയെങ്കിലും സത്യം പറ കുഞ്ഞി, നിനക്കെന്നെ ഇഷ്ടമല്ലേ? അല്ലേ അല്ലേ കുഞ്ഞി? അല്ല അല്ല കുഞ്ഞി, കുഞ്ഞി എന്റെ മുഖത്ത് നോക്ക്, എന്റെ കണ്ണു നോക്കി പറ എനിക്കെന്നെ ഇഷ്ടമല്ലാന്ന്. കുഞ്ഞി, നീ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നീ ഇതൊന്നും മനസ്സിൽ വെച്ചോണ്ട് നടക്കണ്ട. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. എനിക്കറിയാം എന്റെ കണ്ണി നോക്കി നിനക്ക് കള്ളം പറയാൻ പറ്റില്ല കുഞ്ഞി. എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. കുഞ്ഞി, ഐ ലവ് യു. സോറി, എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്ന് അറിയോ കുഞ്ഞേട്ടാ? എനിക്കിപ്പോഴല്ലേ ഇതൊക്കെ തോന്നി തുടങ്ങി. എനിക്കങ്ങനെയല്ല, പണ്ട് തൊട്ടേ എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും നീ ഒന്നും അറിയാം. ഒരിക്കലും നമുക്ക് ഒന്നിക്കാൻ പറ്റില്ല കുഞ്ഞേട്ടാ.